ഹലോ എവ്രി വൺ. അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ പാർട്ട് 2 ഇവിടെ മുതൽ തുടങ്ങുവാണ്. ഇന്ന് ഈസ്റ്റർ ഡേ ആണ്. പാർട്ട് 1 ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് അടിപൊളിയായിട്ട് ഞങ്ങൾ ഈസ്റ്റർ ഹണ്ടിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാഴ്ചകളിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? കുഞ്ഞുങ്ങൾ കാണാതിരിക്കാനായിട്ട് അവർ എണീറ്റ് വരുന്നതിന് മുമ്പാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചത്. ഈസ്റ്റർ ഹണ്ടിങ് സെറ്റ് ചെയ്യാം. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ആദ്യം നമ്മൾ ഫൈൻഡ് ചെയ്യണം. ആദ്യം ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 2 സ്മോൾ ഈസ്റ്റർ സൈൻസ് ഉണ്ട്, 4 ക്ലൂ കാർഡ് ഉണ്ട്. നീ ക്ലൂ എഴുതണം. നമ്മൾ ആദ്യ ക്ലൂ കാർഡ്, 4 എഗ് ഹണ്ട് ബാഗ് ഉണ്ട്. അവിടെ ഉണ്ട് 4 ഉള്ളൂന്ന് തോന്നുന്നു. കേട്ടോ അല്ല അത് കുഴപ്പമില്ല, നമുക്ക് പിള്ളേർക്കുള്ളതാണെന്ന് അല്ലല്ല അങ്ങനെയല്ല. ഇത് നമ്മളിങ്ങനെ ഓവർ ഹിയർ നമുക്ക് ആ വഴി കാണിച്ചു കൊടുക്കണല്ലേ. ക്ലൂ കാർഡ് 4 ഉള്ളൂ. അപ്പൊ 4 പിള്ളേരുടെയാണ് മെയിൻ ഉദ്ദേശത്തിലാണ്. നമ്മൾ 5 പേരല്ലേ, ചിന്നു ബേബി ഇല്ലല്ലോ. ചിന്നു ബേബിയെ കൂട്ടാൻ പറ്റത്തില്ലല്ലോ. കുഞ്ഞു പിള്ളേരെ നമുക്ക് മാറ്റി നിർത്തി. അല്ല അപ്പൊ കറക്റ്റാ, മനസ്സിലായി. ഓക്കെ, നമുക്ക് ആദ്യം ഇത് ലുക്ക് ഹിയർ അതൊന്ന്. പിന്നെ ഇതൊക്കെ എന്ത് സാധനം? ഓ, ഇത് നടന്നു പോണ വഴികള്. ആരോ കാണിക്കില്ല, ഇങ്ങോട്ട് പോകാൻ പറയത്തില്ല. ഈ ആരോ ബണ്ണി ഫുട് പ്രിന്റ്സ് ഉണ്ട്, പേപ്പർ സ്റ്റേക്സ്. ഇത് മൊത്തം ആരോ. ജെയ്സനും ടെനിസും തിരിച്ചു വന്നില്ലല്ലോ. ദാറ്റ് വേ ഉണ്ടോ? ദാറ്റ് വേ കാര് ദിസ് വേ ഓവർ ഹിയർ. അതായത് ഇത് ഓരോന്നും ഇത് പൊളിച്ചിട്ട് ഇത് ചെയ്യാം. നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. ഇത് ലാസ്റ്റ് ഹൈഡ് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് അടിയിൽ വെക്കും, ഒളിപ്പിച്ചു വെക്കും. ഇവിടെ വെക്കും, ഇടയിൽ വെക്കും. ഓക്കെ, ഇത് ഇവിടെ വരണം. ഇത് ഇവിടെ വെക്കാം. ഓക്കെ. സെർച്ച് ഇൻ ദ റെഡ് ഫ്ലവർ ബോട്ട് എടുത്തു. സെർച്ച് ഇൻ ദ പ്ലാന്റ്സ് പ്ലോട്ട്, ലുക്ക് ഫോർ ദ റാബിറ്റ് പിക്ചർ, ഫുട് പ്രിന്റ് സൈൻ, സെർച്ച് ഇൻ ദ ഗ്രാസ്. ഇനി എന്തെങ്കിലും ഉണ്ട്? നമ്മൾ വേറെ എവിടെ വെച്ചാൽ അത്രേ ഉള്ളൂ. അത്രയ്ക്കല്ലേ ഉള്ളൂ. ഇനി നമുക്ക് പറഞ്ഞു കൊടുക്കാം അവർക്ക്. ഓക്കെ, ക്ലൂ വെച്ചോ. ഒരു ക്ലൂ നീ പിടിച്ചോ. ഇന്ദു ഒരു ക്ലൂ പിടിച്ചോ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ പറഞ്ഞില്ലേ എല്ലാവർക്കും ഈസ്റ്ററിന് സർപ്രൈസ് ഉണ്ടെന്ന്. ഓക്കെ, നമ്മളിപ്പോ ഒരു വലിയ ടാസ്ക് ചെയ്യാൻ പോവാട്ടോ. അതായത് നമ്മൾ പുറത്തു പോയിട്ട് എഗ്സ് ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ചാല് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഒരു റൂൾ ഉണ്ട്. ആർക്കാണ് കുറഞ്ഞ എഗ്സ് കിട്ടുന്നത്, കൂടി എഗ്ഗ് കിട്ടിയ ആളെ ഷെയർ ചെയ്യണം. അവസാനം ഹൈഡ് എല്ലാം ഫൈൻഡ് ചെയ്തിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരേപോലെ കഴിക്കണം. ഓക്കെ, നമ്മൾ കുറഞ്ഞ ആൾക്ക് ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യണം ഫൈൻഡ് ചെയ്യാൻ. ഓക്കെ, അതിന് കൊടുക്കണം, ഷെയർ ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ഗോ. walk very slowly. First, happy Easter. Happy Easter. Okay, acha. മുഖത്ത് അതിപ്പോ എല്ലാരും കൂടെ ലിപ്സ്റ്റിക് ഒക്കെ എടുത്തിട്ട് ശരിയാക്കി വെച്ചിട്ട്. ഓക്കെ, ഈസ്റ്റർ ബണ്ണീസ് ready for the hunting. ഓക്കെ, ബാഗ് പിടിച്ചോ. ഈ ബാഗിലാണ് നിങ്ങൾ എഗ്സ് ഫൈൻഡ് ചെയ്യുന്നത്. അല്ല, അവളെ ചുമ്മാ വിട്ടാ മതി. ഇത് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കൂടെ കണ്ടോ സ്റ്റാർട്ട് ബണ്ണീസ് കണ്ടോ, അതിൽ ഫുട് പ്രിന്റ്സ് കണ്ടോ, അത്
അതിക്കൂടെ നോക്കിട്ട് ഇവിടെ എവിടെയൊക്കെയോ എഗ്സ് ഉണ്ട്. പോയി find ചെയ്ത് collect ചെയ്ത്. Okay, okay. എല്ലാരും ചേച്ചി ഒരാളുടെ പുറകെ പോവാ. എല്ലാം ബാഗിൽ കളക്ട് ചെയ്യാ. എല്ലാരും ബാഗിൽ കളക്ട് ചെയ്യാ. ബോട്ടിന്റെ അവിടെയൊക്കെ നോക്കി. ക്ലൂസ് ഉണ്ട്, ക്ലൂസ് ഉണ്ട്. ബാസ്ക്കറ്റിലിട ഓ ഗുഡ് ഗുഡ്. കളക്ട് ചെയ്യടി. ആ എടുത്തകത്തിട്ടോ. ആ ഓ സൂപ്പർ. ഓ അമ്മക്കുട്ടിക്ക് കിട്ടിയോ? ഓ അതിനകത്തിട്ട് ബാഗിനകത്തിട്ട്. ഓക്കെ ഇനിയുണ്ട് പൊക്കോ. ആ ഇവിടെ എവിടെയോ വെച്ചല്ലോ. ഇവിടെയൊക്കെ വെച്ച എവിടെയോ. ഓ കിട്ടിയോ? മാളു ഇവിടെ നോക്ക്, ഇവിടെ എവിടെയൊക്കെ ഉണ്ടല്ലോ. വാ ഇവിടെയൊക്കെ നോക്ക്. ഇവിടെയൊക്കെ നോക്കി, ഇവിടെയൊക്കെ ഈ പോട്ടിനകത്തൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്ക്. ആ ഇനി നെക്സ്റ്റ് ബോട്ട് പോക്കോ. ഇവിടെയൊക്കെ ആ പോട്ട്. ഡോഡോ എനിക്ക് ഓടാൻ പറ്റുന്നില്ല ഇവരുടെ പുറകെ. അതെ ഇവിടെ വാ, ഇനി ഇവിടെ ഉണ്ട്. വാ കമോൺ. ഈ ഭാഗത്തൊക്കെ എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നു. ഫൈൻഡ് ചെയ്തോ. ലുക്ക് അറ്റ് ദാറ്റ് അറൗണ്ട് ഹിയർ. പുല്ലിലൊക്കെ എടി ഇനി ആർക്കാ? ഓക്കെ അല്ല കുറവ്. ഓക്കെ അമ്മുവാ ജറ്റാനി. ഓക്കെ വെയിറ്റ് ചെയ്യ, ഇനി നോക്ക്. ഓ സൂപ്പർ. നമുക്ക് കുറഞ്ഞു കിട്ടിയ ആൾക്കാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ ഇസുകുട്ടി. ഓക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നോക്ക്. വാ അമ്മു മാളു കമോൺ. അമ്മു ഇതിനകത്തൊക്കെ ഉണ്ടോ നോക്കിക്കേ. ഓ എടുത്തോ. അമ്മന് കൊടുത്തേ. ഇസുകുട്ടി ഇനി അടുത്ത് എവിടെ നോക്കാം. ബാ ഓക്കെ ഡോഡു കമോൺ. ഡോഡു ഇവിടെ വന്നേ. ഓക്കെ ഇവിടെ വാ. ഒരു മിനിറ്റ്. അത് എല്ലാം എടുത്തെന്നുള്ളത് ഉറപ്പാണോ? ഓക്കെ ഇങ്ങോട്ട് വന്നേ, എല്ലാരും ഇങ്ങോട്ട് വന്നേ. നോക്കട്ടെ എത്രയൊക്കെ ഹെഗ്സ് കിട്ടീന്ന്. കേറിയിരിക്ക്. ഓക്കെ ഡോഡു വാ. വെയിറ്റ് ചെയ്യേ. ആ ഒരു വെയിറ്റ്. ചേട്ടാനി വരുമ്പോ കാണിക്കണേ എത്ര. ഡോഡു നോക്കട്ടെ ഡോഡുന്റെ. വൗ മൈ ഗോഡ്. മാളു ഓ മൈ ഗോഡ്. ഇസുകുട്ടി കാണിച്ചേ. എന്റെ ദൈവമേ. അമ്മക്കുട്ടിയുടെ കാണിച്ചേ. ഓ മൈ ഗോഡ്. എത്ര എക്സാ കിട്ടിയത്? 2 ആണോ? എല്ലാവർക്കും ഹാപ്പി ആയോ? ഈസ്റ്റർ ഹാപ്പി ആയോ? അമ്മു മാളു ഇസുകുട്ടി പറ. ഓക്കെ ഇനി എന്താ ചെയ്യാൻ പോണേ? ഓപ്പൺ ആണോ? ഓക്കെ അവിടെ ഇരുന്ന് ഓപ്പൺ ചെയ്തോ. അവര് ഒരെണ്ണമൊക്കെ കഴിക്കട്ടെ. എടി ഇവരുടെ ആള് നോക്ക്. സർപ്രൈസ്. ഡോഡോ റെഡിയാണോ സർപ്രൈസിന്? ഗിഫ്റ്റ് വേണോ? എല്ലാരും അനുസരിച്ചില്ലേ നല്ലപോലെ ടീച്ചർ പറഞ്ഞപ്പോ. അതുകൊണ്ട് ഇന്ന് ടീച്ചർ പറഞ്ഞോണ്ട് അനുസരിച്ചതുകൊണ്ട് ഹാപ്പി ഈസ്റ്റർ എല്ലാവർക്കും. ഓക്കെ സെക്കൻഡ്
അയ്യോ അമ്മൂനും ചിന്നൂനും ഇല്ല, എന്ത് ചെയ്യും? ജത്താൻ്റെ മറന്നു വെച്ചു. അമ്മൂനും ചിന്നൂനും ഇല്ല, എന്ത് ചെയ്യും? ഷെയർ ചെയ്യോ നിങ്ങള്? പക്ഷെ അമ്മൂനും ചിന്നൂനും ഇല്ല. താങ്ക് യു പറഞ്ഞമ്മു. എല്ലാരും ഹാപ്പി ഈസ്റ്റർ ഓക്കെ. Ready 1 2 3 start പറയുമ്പോൾ happy Easter പറയണം. ഓക്കേ ഇത് കൂടി ഇല്ല. ready 1 2 3 start. happy Easter. ഓക്കേ ഹലോ ഹലോ നോക്കട്ടെ എന്തൊക്കെയാ നിങ്ങളിവിടെ ചെയ്തത്? മൈ ഗോഡ്, ഇതാണ് പെയിന്റിംഗ് ചെയ്തത്. ഓ wow, so cute. Oh, so cute. What so cute. മാളും ഇസുക്കുട്ടിയും സെയിം ഡ്രസ് ആലോ. എണീറ്റ് നോക്കട്ടെ, എണീറ്റ് ഒരു ഹഗ് കൊടുത്ത് രണ്ടുപേരും നോക്കട്ടെ. സെയിം ഡ്രസ് കാര്യങ്ങള്. ഓ നോക്കട്ടെ. അങ്ങനെ ഈസ്റ്റർ സർപ്രൈസിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിള്ളേർ ഭയങ്കര ഹാപ്പിയായി. അവർ അവരുടെ ലോകത്ത് കളിയും ചിരിയുമായിട്ട് ഒതുങ്ങി. ഞങ്ങള് ഈസ്റ്റർ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പും തുടങ്ങി. ലോകത്തിൽ എവിടെ പോയാലും നമ്മുടെ ആഘോഷങ്ങൾക്കൊന്നും കുറവുണ്ടാകാൻ പാടില്ല, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ട്രിപ്പിനിടയിലാണെങ്കിൽ പോലും നമ്മൾ ഈസ്റ്ററിന് പിടി ഇറച്ചിയും തന്നെ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ടാണ് നമ്മൾ അന്ന് അവിടെ ചെന്നത്. ഡോഡു ഉണ്ടാക്കുവാണോ? ഡോഡു ഓ സുട്ടി നോക്കട്ടെ. ഓ സൂപ്പർ. മാളിട്ട് നോക്കട്ടെ. മാളിട്ട് നോക്കട്ടെ. അടിപൊളി. അല്ലല്ല അത് മതി. കറക്റ്റാ. അയ്യോ കുഞ്ഞുണ്ടായോ? പിള്ളേരുണ്ടാക്കിയോ? നാല് ബിബി എന്റെ നോക്കി അങ്ങ് ഇടുവാ. ദൈവമേ തലക്കൂടെ വീഴുപ്പോ. ഉരുളിച്ചിട്ട് വലുതാണോ? ഇളക്കോ? ഇത് തികയില്ലെന്ന് തോന്നുന്നു കേട്ടോ. അത് മാറ്റി അതിന് വരെ പീച്ച് വന്നേ. സത്യം പറഞ്ഞാൽ ബീച്ചിൽ പോയി, അതാണ് ആ ബീച്ചിൽ പോയി നമ്മള് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഭയങ്കര വിശപ്പ് ആക്ച്വലി. അന്നത്തെ ദിവസം നമ്മൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് പിടിയും ബീഫ് കറിയും അതുപോലെ തന്നെ നമ്മൾ മീൻ പൊള്ളിച്ചതുമായിരുന്നു നമ്മുടെ മെനു. മീൻ പൊള്ളിച്ചത് നമ്മൾ മസാലയൊക്കെ തേച്ച് മീനൊക്കെ ഫ്രൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഗ്രില്ല് ചെയ്ത് ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞാണ് അവിടെ കൊണ്ടുപോയത്. ബീഫ് നമ്മൾ വേവിച്ച് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് അവിടെ ചെന്ന് മസാല ഇട്ട് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതിയായിരുന്നു. പിന്നെ എല്ലാവരും ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് അവിടെ പടപടയെന്ന് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയായി.
മീൻ പൊള്ളിച്ചത് നമ്മൾ അവിടെ ചെന്ന് പാനിൽ വെച്ച് തീയിലാണ് ചൂടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി ഭാഗം നമുക്ക് കരിഞ്ഞു പോയി കേട്ടോ. കരിഞ്ഞാണോ ഇത്? കൊടംപുളിയാണോ? കൊടംപുള്ളിയുടെ ഗ്രേവിയാണ്. ആണോ? പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഒത്തിരി ഗ്രില്ല് ചെയ്തു തോന്നുന്നു. ഗ്രില്ല് അതിന്റെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്തായാലും എന്റെ കണ്ണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് മൊത്തം നീ ആണോടി കഴിച്ചത്? ദൈവമേ, നോക്കിയടി ഈ പ്ലേറ്റ് നിറച്ച്. ഓ, സംഭവം തന്നെ എന്നാ നീ, സംഭവം തന്നെ. അന്നക്കുട്ടി നമ്മുടെ ജെയ്സന്റെ കസിൻ സിസ്റ്റർ ആണ് കേട്ടോ. അവള് നമ്മുടെ വന്നിട്ടുണ്ടായിരുന്നേ. പെട്ടെന്ന് തന്നെ നമ്മളുമായിട്ട് അവള് സിങ്ക് ആവുകയും ചെയ്തു. പിള്ളേരുമായിട്ട് ഭയങ്കര സെറ്റായി. അവർക്കൊരു ചേച്ചീനെ കിട്ടിയതുപോലെ എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം നമ്മൾ അവിടെയുള്ള ഒരു ബീച്ച് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ബീച്ച്. കുറേ നേരം നമ്മളെല്ലാവരും അവിടെ വെള്ളത്തിലൊക്കെ കളിച്ച് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഒത്തിരി എൻജോയ് ചെയ്തു. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചായിരുന്നു അത്. അങ്ങനെ നമ്മുടെ ട്രിപ്പിന്റെ ഡേ 3 എത്തിയിരിക്കുന്നത്. നമ്മുടെ ഫൈനൽ ഡേ ഓഫ് ദ ട്രിപ്പാണ്. സത്യം പറഞ്ഞാൽ കയാക്കിംഗ് ഒക്കെ ഒത്തിരി ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോണതിന് മുമ്പ് ഒന്നുകൂടെ ഒരു കയാക്കിംഗ് ഒക്കെ നടത്താമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ എണീക്കുന്നതിന് മുമ്പ് ഗേൾസ് എല്ലാവരും ആദ്യം പോയി തിരിച്ചു വരുമ്പോഴേക്കും ബോയ്സിന് പോകാൻ പറ്റും എന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെ യാത്ര തിരിച്ചു കേട്ടോ. ഏർലി മോർണിംഗ് തന്നെ പോകാമെന്ന് വെച്ചത് നമുക്ക് സൺറൈസും കൂടെ കാണാമെന്ന് കരുതിയാണ് കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് സൺറൈസ് ഒന്നും ഒത്തിരി വിസിബിളായിട്ട് കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ലക്കിലി ചെറിയ രീതിയിലൊക്കെ സൺറൈസ് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന്. സത്യം പറഞ്ഞാൽ ഈ ഏർലി മോർണിംഗിന് പോകുന്ന കയാക്കിംഗ് പരിപാടി ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടൊരു ഫീൽ ഗുഡ് തരുന്നൊരു കാര്യം തന്നെയാണ്. ഈ രാവിലെയുള്ള കിളികളുടെയൊക്കെ സൗണ്ടും നാച്ചുറൽ ബ്യൂട്ടീസും എൻജോയ് ചെയ്ത് വെള്ളത്തിലൂടെ ഇങ്ങനെ തുഴഞ്ഞ് പരസ്പരം സംസാരിച്ചൊക്കെ പോകുമ്പോൾ കൂടെ ബോണസായിട്ട് സൺറൈസ് അവിടെ നിന്ന് കാണാനും കൂടി കിട്ടിയാലുണ്ടല്ലോ, അതൊരു മെമ്മറബിൾ മൂമെൻ്റ് തന്നെയായിരിക്കും. ഫോട്ടോനേക്കാളും ഇമ്പോർട്ടൻറ്റ് നമുക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ സൺറൈസ് ഒക്കെ എൻജോയ് ചെയ്ത് കുറേ ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോകാൻ തുടങ്ങുവാണ്. സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കയാക്കിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇനി ഞങ്ങളെല്ലാവരും തിരിച്ചു ചെന്ന് കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് എണീപ്പിച്ച് അവരെ ഗെറ്റ് റെഡി ആക്കുന്ന സമയം കൊണ്ട് ബോയ്സ് എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ കയാക്കിംഗ് പോകാനാണ് പ്ലാന്. അവരും തിരിച്ചു വന്ന് കഴിയുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യും.
ട്രിപ്പിൻ്റെ ഫൈനൽ ഡേയിൽ ഞങ്ങളൊരു അടിപൊളി സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പാർട്ട് 3 നമുക്ക് വീണ്ടും കാണാം.